സന്തതികൾക്കും എന്ന അനേകരെക്കുറിച്ചല്ല, സന്തതിക്കും എന്ന ഏകനെക്കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അവകാശി സകലത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും സവിശേഷതയുള്ളവനല്ല. ഗലാത്യയില 3:16-4:1. അബ്രഹാമിൻ്റെ സന്തതിയായ ഏഹൻ ക്രിസ്തു തന്നെ എന്ന് സത്യത്തിൻ്റെ ആത്മാവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് തന്റെ ദാസനെ പൗലോസിലൂടെ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്. ആരാണ് ഈ ഏഹനായിരിക്കുന്ന ക്രിസ്തു? അവകാശിയാണ്. അവകാശി എന്ന് പറഞ്ഞു നിർത്തുകയല്ല, അവകാശിയായ ക്രിസ്തു സകലത്തിലും യജമാനനാണ്. അപ്പം ദൈവം തൻ്റെ ദാസനായ പൗലോസിലൂടെ ഈ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാന വിഷയം ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ പുത്രനായ ഇസഹാക്കിന് പൊരുൾ നിൽക്കുന്നത് വാഗ്ദത്ത പുത്രനാകുന്നു. വാഗ്ദത്ത പുത്രനെ ഇവിടെ വിളിച്ചിരിക്കുന്ന പേരാണ് ക്രിസ്തു. ഈ ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ വാഗ്ദത്ത പുത്രൻ, അഭിഷിക്തൻ എന്ന ദൈവത്തിൻ്റെ പുത്രൻ, 4:1 എന്താ പറയുന്നത്? യജമാനനാകുന്നു. ആരാണ് യജമാനൻ? ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവമാകുന്നു യജമാനൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ദൈവമായ യജമാനനായ ദൈവത്തിൻ്റെ യജമാനനായത് ആരാകുന്നു എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു? പുത്രനാകുന്നു. അപ്പം ദൈവമെന്ന യജമാനൻ പുത്രനാകുന്നു, അഥവാ പുത്രനായതാകുന്നു. ഹല്ലേലൂയ. അപ്പം ഈ ഭൂമിയിലൂടെ, ഈ ഭൂവാസത്തിൽ നമ്മിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് തൻ്റെ ദാസനായ പൗലോസിലൂടെ യേശുക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. മനുഷ്യരിലൂടെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവം ചെയ്യുന്ന തൻ്റെ പ്രവൃത്തി, തൻ്റെ യജമാനത്വം, അതായത് ദൈവ യജമാനനാണല്ലോ, ദൈവത്തിൻ്റെ യജമാനത്വം ദൈവപരിജ്ഞാനത്തിനൊത്തവണ്ണം ഈ ഭൂമിയിൽ പൂരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തന തലമാണ്, പ്രവർത്തിക്കുന്ന ആ പീരീഡാകുന്നു കൃപായുഗം. ദൈവം കൃപായുഗത്തിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അർത്ഥമാക്കുന്നത് ദൈവമെന്ന യജമാനൻ്റെ യജമാനത്വം വെളിപ്പെടുത്തുക. നമ്മൾ സക്രിയ പ്രവചനം 4-ാം അധ്യായത്തിൽ പഠിക്കുന്നു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനത്രേ എന്നെഴുതിയിരിക്കുന്നു. ഒരു കാലത്ത് കർത്താവ് സൈന്യത്തിലും ശക്തിയിലും പ്രവർത്തിച്ചു. അതായിരുന്നു ന്യായപ്രമാണ യുഗം. കർത്താവായ ദൈവം സൈന്യത്തിലും ശക്തിയിലുമാണ് ന്യായപ്രമാണ യുഗത്തിൽ പ്രവർത്തിച്ചത്. ന്യായപ്രമാണ യുഗത്തിനു മുമ്പുള്ള വാഗ്ദത്ത യുഗത്തിലും അങ്ങനെ തന്നെയായിരുന്നു കർത്താവ് പ്രവർത്തിച്ചത്. അബ്രഹാമിൻ്റെ കാലത്തും ഇസഹാക്കിൻ്റെ കാലത്തും യാക്കോബിൻ്റെ കാലത്തും അക്ഷരീയമായ അവർ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ദൈവം അവരെ രക്ഷിച്ചതും പരിപാലിച്ചതുമെല്ലാം സൈന്യശക്തിയാലും കായിക ബലത്തെ അവരെ അനുഗ്രഹിച്ചതെല്ലാം കായിക അനുഗ്രഹങ്ങളും സൈനിക ശക്തിയാലുള്ള കാര്യങ്ങളുമായിരുന്നു കർത്താവാകുന്ന ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ കർത്താവാകുന്ന ദൈവത്തിൻ്റെ
പദ്ധതി അനുസരിച്ച് ഈ യുഗം, ആത്മയുഗം, സക്രിയ 4:6 പറയുന്നത്, അവൻ എന്നോട് ഉത്തരം പറഞ്ഞു തന്നാൽ സെരുബ്ബാബേലിനോടുള്ള കർത്താവിൻ്റെ അരുളപ്പാടാണിത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാകുന്നു ഈ കൃപായുഗം എന്നുള്ളത്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള പ്രവർത്തനമാണ് കൃപായുഗം. ആ പദ്ധതി എന്താകുന്നു? കർത്താവാകുന്ന ദൈവം സകലത്തിലും യജമാനനായി തീരുക. കർത്താവായ താൻ സകലത്തിലും യജമാനനായി തീരേണ്ടതിനാണ് ദൈവം ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്തത്. എന്താണ് ആ പദ്ധതിയുടെ പ്രത്യേകത? അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ പ്ലാനെക്കുറിച്ച് ദൈവം ആരംഭത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താകുന്നു? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. നല്ലത് എന്ന് വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. 2-ാം വാക്യത്തിൽ പഠിക്കുമ്പോൾ 1 മുതൽ, അതിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിനും ഇത് ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നടന്നത്. പക്ഷെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിൽ അക്ഷരാർത്ഥം മാത്രമല്ല ആത്മീയമായ അർത്ഥവും ഉണ്ട്. അപ്പം 2-ാം വാക്യത്തിൽ പറയുന്നു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. അതായത് കർത്താവാകുന്ന ദൈവം ഇവിടെ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഇരുളും വെളിച്ചവുമായിട്ട് ആയിരുന്ന അവസ്ഥയിൽ, അതായത് വെളിച്ചത്തെ കാണാൻ കഴിയാതെ ഇരുള് മാത്രമായി ഇരുന്ന അവസ്ഥയിൽ കർത്താവ് വെളിച്ചത്തെ ഉളവാക്കി. എക്സാമ്പിൾ പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 7-ാം വാക്യം, വരുവീൻ, കർത്താവ് പറയാണ്, വരുവീൻ, നാം നമ്മുടെ രൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവം ഉണ്ടാക്കിയ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രകാശപൂർണയായിരുന്നു. എന്നാൽ ആ മനുഷ്യനെ ഏദേനിൽ വെച്ച് തന്നെ പിശാച് വശീകരിച്ചു, വഞ്ചിച്ച് അവനെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ച് അവനെ പാവമാക്കി കളഞ്ഞു. അർത്ഥാൽ പാവം സമം ഇരുള്. അവനെ പൂർണ്ണമായും ഇരുളാക്കി കളഞ്ഞു. ഇവിടെ 2 പ്രതിനിധികളെ കാണുന്നു. ഒന്ന് വെളിച്ചത്തിൻ്റെ പ്രതിനിധിയും മറ്റൊന്ന് ഇരുളിൻ്റെ പ്രതിനിധിയും. നമുക്കറിയാം വെളിച്ചത്തിൻ്റെ പ്രതിനിധി ദൈവവും ഇരുളിൻ്റെ പ്രതിനിധി സാത്താനുമാകുന്നു. ഏദേനിൽ സാത്താൻ എന്ന ഇരുളിൻ്റെ പ്രതിനിധി വെളിച്ചമായ ദൈവപുത്രനെ വശീകരിച്ച് വഞ്ചിച്ച് അവനെ കൊണ്ട് പാവം ചെയ്യിപ്പിച്ചു. പാവം ചെയ്ത പുത്രൻ അവൻ ആരായിരുന്നു? ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. ദൈവം ഒരു സ്വരൂപത്തെ സൃഷ്ടിച്ച്
സ്വരൂപത്തിന്മേൽ ഒരു ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കി അവനൊരു പദവി കൊടുത്തു. ആ പദവിയാണ് പുത്രൻ. പുത്രൻ പാപം ചെയ്തപ്പോൾ, അതായത് ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ പാപം ചെയ്തത് തുല്യമായി. അങ്ങനെ വെളിച്ചമായിരുന്ന ദൈവത്തിൻ്റെ പുത്രനായ ആദ്യ മനുഷ്യൻ ഇരുളായിത്തീർന്നു. ഇരുളായിത്തീർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ വെളിച്ചമായിരുന്നവൻ ഇരുളായി. വെളിച്ചമായിരുന്നപ്പോൾ അവൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നെങ്കിൽ ഇരുളായി തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ സാത്താൻ്റെ പുത്രനായി തീർന്നു. സാത്താൻ്റെ പുത്രനായി തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ പൂർണ്ണമായി ഇരുളായി. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ ഇരുള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വെളിച്ചമില്ലായിരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവസൃഷ്ടിയുടെ ആരംഭമാണ് എന്താണ്? വെളിച്ചം ഉളവാക്കുക എന്നുള്ളത്. അവിടെ അതാണ് ഉൽപ്പത്തി പുസ്തകം നമ്മൾ 1-ാം അധ്യായത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. ഒരു ഏറെക്കാലത്തെ പ്രവൃത്തിക്ക് ശേഷം ദൈവം റെസ്റ്റ് എടുത്തിട്ട്, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അഥവാ ദൈവം പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇത് നമ്മൾ തിരുവെടുത്ത് വയ്ക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കാലത്തേക്ക് ദൈവം വിശ്രമിച്ചിരിക്കുകയായിരുന്നു, പ്രവൃത്തി കൂടാതിരുന്നു. അങ്ങനെ പ്രവൃത്തി കൂടാതെ വിശ്രമത്തിലിരുന്ന ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചു. ആ പ്രവൃത്തിയാണ് ഇരുളാകുന്ന അവസ്ഥയിൽ ആയിരുന്ന ഈ ഭൂമിയിൽ. എന്തുകൊണ്ടാണ് ഈ ഭൂമി ഇരുളായി തീർന്നത്? ആരംഭത്തിൽ ഇരുളായി തീർന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ദൂതൻ പാപം ചെയ്യുന്നതിന് മുമ്പ് വരെ വെളിച്ചം മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൻ പാപം ചെയ്ത ദൈവത്തോട് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ അവനാൽ ഈ ഭൂമി ഇരുളായിത്തീർന്നു. മനുഷ്യനെ കൊണ്ട് പാപവും കൂടെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി തീർന്നു. ഭൂമി പൂർണ്ണമായും ഇരുളായിത്തീർന്നു. ഈ അവസ്ഥയിലായിരുന്ന മനുഷ്യനെയും ഈ ലോകത്തെയും ദൈവം ഒരു ദൈവയുടെ ആരംഭം കുറിക്കുന്ന യുഗമാണ് കൃപായുഗം. അത് നമ്മൾ തിരുവെഴുത്തിൽ വായിച്ചത്. അവകാശി സകലത്തിൽ യജമാനനെങ്കിലും ശിശു. അപ്പം ഈ അവകാശി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു സകലത്തിലും യജമാനനായി തീരണം. ഇതാണ് കൃപായുഗം. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന സന്തതി എന്ന ഏകൻ ആരാകുന്നു? ദൈവത്തിൻ്റെ ക്രിസ്തുവാകുന്നു, ദൈവത്തിൻ്റെ അഭിഷിക്തനാകുന്നു. ഈ അഭിഷിക്തനായ ക്രിസ്തു എന്തുകൊണ്ട് ഈ ശരീരവാസം സ്വീകരിച്ചിരിക്കുന്നു? ശരീരവാസം സ്വീകരിച്ച് സകലത്തിലും അവൻ ആരായിത്തീരണം? യജമാനനായിത്തീരണം. അങ്ങനെയെങ്കിൽ ഈ അഭിഷിക്തൻ ഈ ഭൂമിയിൽ വസിച്ചേ പറ്റത്തുള്ളൂ. കാരണം ദൈവദൃഷ്ടിയിൽ ഇരുളായിത്തീർന്നത് ഈ ഭൂമിയാണ്. ദൈവദൃഷ്ടിയിൽ ഇരുളായിത്തീർന്നിരിക്കുന്ന ഈ ഭൂമിയെ ദൈവഹിതപ്രകാരം പ്രകാശപൂർണമാക്കി തീർക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം, അതാണ് നമുക്ക് നമ്മൾ പ്രാർത്ഥന അടുപ്പിച്ചപ്പോൾ കർത്താവ് നമ്മെ എന്താ പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, നിന്റെ പേരിനെ ഭൂമിയിൽ വിശുദ്ധീകരിക്കണമേ. അപ്പം ദൈവത്തിൻ്റെ പേരിനെ ഈ ഭൂമിയിൽ വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് ഈ ഭൂമി ദൈവഹിതപ്രകാരം പ്രകാശമായി തീരുന്നത്. പിന്നെ ഇവിടെ എന്തുണ്ടാവില്ല? ഇരുളുണ്ടാകില്ല. പിന്നെ എന്തേ ഉണ്ടാകത്തുള്ളൂ? പ്രകാശമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഈ ഭൂമി ദൈവത്തിൻ്റെ ദാസനാകുന്ന ദൈവപുത്രനാകുന്ന കർത്താവിൻ്റെ ക്രിസ്തുയേശു മുഖാന്തരമായിട്ട് ഇത് പ്രകാശപൂർണമായി തീരുവാൻ ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതിയാണ് കൃപായുഗം. അപ്പോൾ ദൈവദാസനായ പൗലോസ് ദൈവസഭയോട് ആലോചന പറയുകയാണ്. ദൈവസഭയെ, ആരാണ് ദൈവസഭ? മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട സ്നാപകനായ അഭിഷിക്തൻ മുഖാന്തരം അദ്ദേഹം
നീ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന ഏറ്റുപറച്ചിൽ മുഖാന്തരമായിട്ട് വിശ്വസിക്കുന്നവരെ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇതിന് ശേഷമുള്ള കർത്താവിൻ്റെ കൽപ്പന പ്രകാരം യേശു ക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് സ്നാനപ്പെടുത്തുമ്പോൾ, പത്രോസിൻ്റെ ഉപദേശപ്രകാരവും ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന. യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന എന്താണ്? മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ച് പഠിപ്പിച്ചുകൊണ്ട് സകല ജാതിക്കാരെയും ശിഷ്യരാക്കിക്കൊള്ളി. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 18-ാം വാക്യം, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. 18-ാം വാക്യം 28-ൻ്റെ മത്തായി. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതിക്കാരെയും ശിഷ്യരാക്കും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. അപ്പോൾ കർത്താവാകുന്ന യേശുവിൻ്റെ ഈ കൽപ്പന പ്രകാരവും പത്രോസിൻ്റെ ഉപദേശപ്രകാരവും ഈ ഭൂമിയിൽ ഏതൊരു ദൈവ പൈതലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരും അഭിഷിക്തരായതിനു ശേഷം, അതായത് പത്രോസിൻ്റെ ഉപദേശപ്രകാരം മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരായ യേശുക്രിസ്തു എന്ന പേര് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാക്ഷയം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. അങ്ങനെ കൂട്ടത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിക്കപ്പെട്ട അഭിഷിക്തനായ ഒരു ദൈവദാസൻ്റെ കരങ്ങളാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അദ്ദേഹം പാപങ്ങളുടെ മോചനത്തിന് സ്നാനപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയുമാണ് ദൈവസഭയുടെ അംഗം. യേശുക്രിസ്തുവിനെ സ്നാനപ്പെട്ടപ്പോൾ കഴിഞ്ഞ ക്ലിപ്പുകളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ പത്രോസിൻ്റെ ഉപദേശപ്രകാരം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ പേരിൽ സ്നാനപ്പെടണം. അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കേണ്ടതിന് യേശുക്രിസ്തുവിന് നാമം പറഞ്ഞ് സ്നാപകൻ നമ്മളെ ഈ ജലാശയത്തിലേക്ക് സ്നാനപ്പെടുത്തുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കുന്നു? പാപമോചനം ലഭിക്കുന്നു. പരിശുദ്ധാത്മാവ് മറിയയുടെ ഗർഭപാത്രത്തിലേക്ക് അയച്ചു കൊടുത്തതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചു തരുന്നു. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനനം നടക്കുന്നു. അപ്പം വീണ്ടും ജനനം പ്രാപിച്ച് പിന്നെ നമ്മൾ ദൈവവചനപ്രകാരം വിശുദ്ധി നയിച്ച് പരിശുദ്ധാത്മാക്ഷയം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ഗലാത്യയിലുള്ള വിശുദ്ധന്മാർ. അപ്പം ആ ഗലാത്യയിലുള്ള വിശുദ്ധന്മാരോട് പരിശുദ്ധാത്മാവായ യേശുക്രിസ്തു ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവസഭയായ ക്രിസ്തുവേശുവേ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിയായ ക്രിസ്തുവേ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താകുന്നു? നിങ്ങൾ സകലത്തിലും യജമാനനെയാണ്. അപ്പം ദൈവസഭയിലൂടെ ദൈവം ഈ ഭൂമിയിൽ ചെയ്യുന്നത് എന്താകുന്നു? ദൈവവചനമെന്ന ഈ ദൈവത്തിൻ്റെ പ്രധാന ഘടകം അത് തന്നെയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം തന്നെയാണ് പരിശുദ്ധാത്മാവ്. അപ്പം പരിശുദ്ധാത്മാവായ ദൈവവചനമായ ദൈവമെന്ന യജമാനൻ, സ്തോത്രം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഈ ഭൂമിയിൽ വീണ്ടും ജനിച്ചിട്ട് സകലത്തിലും യജമാനനായി തീരുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനൊത്തവണ്ണം ഈ കൃപായുഗത്തിലൂടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ദൈവവചനം സകലത്തിലും യജമാനനാകാൻ ഈ ഭൂമിയിൽ ശ്രമിക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവജനമേ,
ഇരുളിൻ്റെ ആധിപത്യം ഇന്നും തുടരുകയാണ്. ഇരുളിൻ്റെ ഭരണ പ്രവർത്തികൾ ഇന്നും തുടരുകയാണ്. ഈ തുടർച്ച അവസാനിപ്പിക്കുവാനാണ് ദൈവം ഈ ഭൂമിയിൽ വെച്ച് വിശുദ്ധ സഭയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരാണ് വിശുദ്ധ സഭ? പത്രോസിൻ്റെ ഉപദേശം അനുസരിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പത്രോസ് സ്നാനപ്പെടുത്താൻ കൽപ്പിച്ചത്? അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പേരാണ് യേശു ക്രിസ്തു എന്നുള്ളത്. പിതാവിൻ്റെ പേര് കൊടുത്താണ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. പിതാവിൻ്റെ പേര് യേശു. പിതാവിൻ്റെ പേരിലാണ് പുത്രനെ അയച്ചിരിക്കുന്നത്. പുത്രനെ ദൈവം എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തപ്പോൾ പുത്രൻ ആയ യേശു അഭിഷക്തനായി, അതായത് ക്രിസ്തുവായി തീർന്നു. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു. മറിയം, കർത്താവിൻ്റെ ദാസി മറിയം ഇപ്രകാരം ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു: ഞാനിതാ കർത്താവിൻ്റെ ദാസി, ദൈവഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് അവൾ വിശ്വസിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ മറിയയുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവായ ദൈവവചനം ശരീരം ധരിച്ചു. ഈ ശരീരത്തെ അവൾ പ്രസവിച്ചു. ആ ശരീരത്തിന് അവർക്ക് ദൈവം കൊടുത്ത, ദൈവത്തിൻ്റെ ദാസനായ ഗബ്രിയേൽ ദൂതൻ കൊടുത്ത ദർശനപ്രകാരവും സ്വപ്നപ്രകാരവും വെളിപ്പാടും പ്രകാരവും അവർ ആ കുഞ്ഞിന് യേശു എന്ന് പേരിട്ടു. യോസഫിനും മറിയത്തിനും ദൈവം കൊടുത്ത ദർശനപ്രകാരവും സ്വപ്നപ്രകാരവും ദൈവം വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാടും പ്രകാരവും ജനിച്ച കുഞ്ഞിനെ അവർ യേശു എന്ന് പേരിട്ടു. ഈ യേശു എന്ന ശരീരത്തെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ യേശു ആരായി തീർന്നു? ക്രിസ്തുവായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയരെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേരാകുന്നു യേശു ക്രിസ്തു. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 14:26 പറയുന്നത്, എങ്കിലും പിതാവ് എൻ്റെ പേരിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. പിതാവ് എങ്കിലും എൻ്റെ പേരെന്ന് പറഞ്ഞെന്നാണ്, എൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. യേശു ക്രിസ്തുവിൻ്റെ പേരിലാണ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പം പിതാവിൻ്റെ പേര് കൊടുത്ത് പുത്രനെ അയച്ചു. ആകയാൽ പുത്രൻ്റെ പേര് യേശു. അങ്ങനെയെങ്കിൽ പിതാവിൻ്റെ പേര് യേശു. പുത്രനെ ദൈവം അഭിഷേകം ചെയ്തു, ക്രിസ്തുവാക്കി. അപ്പോൾ യേശു ക്രിസ്തുവായി. യേശു ക്രിസ്തുവിൻ്റെ പേരിൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. ആകയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഇത് പത്രോസിനെ പഠിപ്പിച്ചിട്ടാണ് കർത്താവ് ക്രൂശീകരണത്തിലേക്ക് കടന്നത്. പത്രോസിനെന്ന് മാത്രമല്ല, അപ്പോസ്തലന്മാരെ എല്ലാവരെയും. ആകയാൽ അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ പേരായ യേശു ക്രിസ്തു എന്ന പേരിൽ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് മുഖാന്തരം ദൈവസഭയ്ക്ക് അടിസ്ഥാനമിട്ട ഈ പത്രോസിൻ്റെ ഉപദേശപ്രകാരം നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വചനം ജഡമായി തീരും. ഈ വചനം ജഡമായി തീരുന്ന വ്യക്തിയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. ഈ അകത്തെ മനുഷ്യനെയാണ് തിരുവെഴുത്തിൽ ഗലാത്യർ 3:16 ക്രിസ്തു എന്നും 4:1 അവകാശി എന്നും വിളിച്ചിരിക്കുന്നു. അപ്പം ഈ ക്രിസ്തു, ഏത് ക്രിസ്തു? നമ്മുടെ ഹൃദയത്തിൽ, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ വചനമായ പരിശുദ്ധാത്മാവ് ജഡം ധരിക്കുന്ന ക്രിസ്തു. ഈ ക്രിസ്തു, ഹല്ലേലൂയ, ആകുന്നു അവകാശി. സകലത്തിലും അവകാശിയാണ്. സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെ സകല നന്മയുടെ അവകാശി. ആ സകല നന്മയുടെ അവകാശിയാകുന്നു ഈ ശരീരവാസത്തിലിരിക്കുന്ന നമ്മുടെ അവസ്ഥയാണ് ശിശു എന്ന് വിളിച്ചിരിക്കുന്നത്. കർത്താവ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ സ്വർഗ്ഗത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ ഒരു ശിശുവിനെ നടുക്ക് വിളിച്ചിട്ട് നിർത്തിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയി തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. പിന്നെന്താ പറഞ്ഞത്? ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ. അപ്പൊ ഈ ശിശുവിനെന്ന പോലെ സ്വർഗത്തിൽ ഏറ്റവും താഴ്ത്തപ്പെടുന്നവൻ, ദൈവരാജ്യത്തിനു വേണ്ടി താഴ്മ ധരിക്കുന്നവൻ സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ എന്ന് വിളിക്കപ്പെടുവാൻ കാരണം എന്താണ്? സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ ദൈവം മാത്രമാണ്. എൻ്റെ പ്രിയരെ, സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ ആരാണ്? ദൈവം. ദൈവമാരാകുന്നു ആത്മാവ്, ആത്മാവായ ദൈവമാരാകുന്നു വചനം. ഹല്ലേലൂയ. 18:4 മത്തായി 18:4 ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ
സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ. ഇത് ആരാ പറയുന്നത്? മഹാദൈവം പറയുകയാണ്, സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ. ആരാണ് മഹാദൈവം? യേശു ക്രിസ്തു. മഹാദൈവവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായവൻ ആരാണ്? യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു പറയുകയാണ്, സ്തോത്രം, തന്നെത്താൻ താഴ്ത്തുന്ന ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ. അപ്പോൾ ഇത് കർത്താവിൻ്റെ വചനം അനുസരിക്കുവാൻ, ദൈവം വെളിപ്പെടുത്തി തരുന്ന അപ്പോസ്തോലിക ഉപദേശങ്ങൾ അനുസരിച്ച്, ദൈവത്തെ സകലത്തിലും കീഴ്പ്പെട്ടനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആമേൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അതവരാണ് ശിഷ്യന്മാർ. ഇങ്ങനെ ശിഷ്യന്മാരായി തീർന്നു. അങ്ങനെ ആരാണ് ഏത് വ്യക്തിയാണ് ശിഷ്യനായി തീരുവാനുള്ള അവരുടെ യോഗ്യത എന്താണ്? അവർ മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട്, ആമേൻ സ്തോത്രം, പിന്നത്തേതിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടും അപ്പോസ്തോല ഉപദേശപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ഈ ശിശു എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെത്താൻ താഴ്ത്തുന്ന ഇങ്ങനെയുള്ള ശിശുവിനെ കർത്താവിന് തിരുവെഴുത്ത് വിളിക്കുന്നത് അവൻ ഏറ്റവും വലിയവൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റവും വലിയവനെന്ന് സംബോധന ചെയ്തിരിക്കുന്ന മഹാദൈവം? അവനിൽ ജനിച്ചിരിക്കുന്നത് ജനിച്ചിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. വീണ്ടും ജനിച്ചിരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലാണ് കർത്താവാകുന്ന ദൈവം അവനെ ഏറ്റവും വലിയവൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്? യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് അവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പത്രോസിൻ്റെ ഉപദേശപ്രകാരം സ്നാനപ്പെടുമ്പോൾ അവരിൽ ആര് വീണ്ടും ജനിക്കുന്നു? വചനമായ സത്യത്തിൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കുന്നു. ഈ വചനമായ സത്യത്തിൻ്റെ ആത്മാവാണ് സ്വർഗത്തിൽ ഏറ്റവും വലിയവൻ. അവനേക്കാൾ വലിയവനായിട്ട് പിന്നെ ആരുമില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന തൃത്വ സഹോദരന്മാരെ, തൃത്വ വിശ്വാസികളെ, നിങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയല്ല, നിങ്ങളെ ചെറുതായോ വലുതായോ കണ്ടുകൊണ്ട് സംസാരിക്കുകയല്ല. നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് നിങ്ങളോട് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ വേറൊരു ദൈവത്തെ അന്വേഷിച്ച്, നിങ്ങൾ ഈ ലോകത്തിൽ ദൈവം എവിടെയോ എന്ന് പറഞ്ഞു ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തപ്പി നടക്കുമ്പോൾ നിങ്ങളുടെ സമീപേ, നിങ്ങളുടെ വായിത്തുമ്പത്ത് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലും നിങ്ങൾ ഏറ്റുപറയുന്ന നിങ്ങൾ ഏറ്റുപറയുന്ന വാക്കിൻ്റെ തുമ്പിൽ നിങ്ങൾ വിശ്വസിച്ച് വേർപെടാത്തത് കൊണ്ടും പത്രോസിനെ അനുസരിക്കായികൊണ്ടും നിങ്ങൾക്ക് വിരോധമായിട്ട് നിങ്ങൾ ദൈവവചനം പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യുന്ന ഈ ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള സർവത്തിൻ്റെയും യജമാനൻ. സർവശക്തനായ ദൈവമാണ്. ഈ ദൈവമാകുന്നു എന്നിലും നിങ്ങളിലും ഈ പത്രോസിൻ്റെ ഉപദേശം അനുസരിക്കുന്നവരുടെ ഹൃദയത്തിൽ ജനിക്കാനിരിക്കുന്നത്. എന്തിനാ ജനിക്കുന്നത്? നമ്മൾ 31 വായിച്ചല്ലോ, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. അത് നമ്മൾ വീണ്ടും ജനിക്കുന്നതിന് മുമ്പുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ആഴത്തിന്മേലുള്ള ഇരുൾ. ആ ഇരുളായി മൂടിയിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിനകത്ത് വചനമെന്ന പരിശുദ്ധാത്മാവിന് ജനിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുന്നതിനെയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വിശ്വസിക്കണം, അനുസരിക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും അതിൽ കടക്കയില്ല. അപ്പൊ യേശുക്രിസ്തുവിന്റെ വചനത്തെ പത്രോസ് മുഖാന്തരം ദൈവം സ്ഥാപിച്ചിരിക്കുന്ന ദൈവോപദേശത്തെ അതങ്ങനെ തന്നെ വിശ്വസിക്കുകയും ആ വിശ്വസിച്ച വചനത്തെ പരസ്യമായി സാക്ഷീകരിക്കുകയും ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് ദൈവരാജ്യത്തെ ചോദ്യം ചെയ്യാതെ ശിശു എന്ന പോലെ കൈക്കൊള്ളുക എന്നുള്ളത്. ഇങ്ങനെ കൈക്കൊണ്ട് ദൈവവചനപ്രകാരം ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഏതൊരു ദേഹിയിലും ഹൃദയത്തിലും ദൈവവചനത്തിന് ജനിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വചനം ജനിച്ച് തൻ്റെ പ്രവർത്തി ചെയ്ത് ഇരുളിനെ കീഴ്പ്പെടുത്തുക, ഇരുളിനകത്ത് വെളിച്ചത്തെ ഉളവാക്കുക.
ഇരുളിൻ്റെ ഏറ്റവും സെൻട്രൽ പോയിൻ്റാണ് ഹൃദയം, നമ്മുടെ ഹൃദയം. ആ സെൻട്രൽ പോയിന്റിൽ വീണ്ടും ജനനം നടക്കുക. അങ്ങനെ വീണ്ടും ജനനം നടന്ന് ഈ ശരീരവാസത്തിൽ ഇരുന്നു കൊണ്ട് സാത്താന്റെയും സാത്താന്തികമായ എല്ലാ പദ്ധതികളെയും കാൽക്കീഴിലാക്കുക. ദൈവഹിതപ്രകാരം മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ പൈതലും ഈ ലോകത്തിൻ്റെ പ്രഭുവാകുന്ന സാത്താൻ്റെ ഇംഗിതങ്ങളെ മരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവാകുന്ന ദൈവം അവരിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അബ്രഹാമിൻ്റെ പുത്രനായ, വാഗ്ദത്ത പുത്രനായ, ഏകനായ ക്രിസ്തുയേശു ഈ ശരീരവാസത്തിലിരുന്നു കൊണ്ട് സാത്താനെ സകലത്തിലും കീഴ്പ്പെടുത്തിക്കൊണ്ട് തൻ്റെ യജമാനത്വം ഈ ഭൂവാസത്തിലിരുന്നു കൊണ്ട് സാത്താൻ്റെ മേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൃപായുഗം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നശിച്ചു പോകുവാൻ എളുപ്പമുണ്ട്. ഈ കാലത്തിൽ നിങ്ങൾ ശരീരത്തിൽ ജീവിച്ചിരുന്ന് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട്, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതര തൃത്വ കൂട്ടായ്മയിൽ കൂടി നടന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച് നിങ്ങളുടെ ആത്മാവിന് നിത്യമരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാതെ സത്യത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിച്ച് ഉണർത്തുന്നു. പ്രിയരെ, നിങ്ങൾ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ സ്നാനം ദൈവസന്നിധിയിൽ കണക്കിടപ്പെടാത്തത് കൊണ്ട് സ്നാനപ്പെട്ടിട്ടില്ല. എന്നാൽ നിങ്ങൾ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ടും നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടും നിങ്ങൾ പരിശുദ്ധാത്മാഭിഷേകവും കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളിലുള്ള വെളിച്ചം ഇരുളായി പോകാൻ ഇടയായിത്തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വേർപെട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശരീരവാസത്തിന് വെളിയിൽ എന്ന് പറയുന്നത് നിങ്ങളിലുള്ള വെളിച്ചം ഇരുളായി പോകുന്നതാണ്. കർത്താവ് ഈ ഭൂമിയിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിലുള്ള വെളിച്ചം ഇരുളായി പോയാൽ ഇരുൾ എത്ര ഘനമുള്ളത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഘനമേറിയ ഇരുള് പ്രാപിപ്പാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്ന ആർക്കും ഇടവരരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയരെ, നശിച്ചു പോകാൻ എളുപ്പമുണ്ട്. ഈ ഭൂവാസം അല്പസമയത്തേക്കുള്ള ഭൂവാസം യേശുക്രിസ്തുവിൻ്റെ പരസ്യ സാക്ഷിയായി യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് പരസ്യമായി ജലത്തിൽ യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാക്ഷം പ്രാപിച്ച് യേശുക്രിസ്തു എന്ന നാമക്കാരനായി, അതായത് യേശുക്രിസ്തുവിൻ്റെ പരസ്യ സാക്ഷിയായി വിശുദ്ധ ജീവിതം നയിപ്പാൻ നിങ്ങളിൽ എൻ്റെ വാക്ക് കേൾക്കുന്ന ആർക്കെങ്കിലും ദൈവത്താൽ കൃപ ലഭിച്ചാൽ ഞങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് ഞങ്ങൾ ധന്യരായിത്തീരും. മാത്രമല്ല, നിങ്ങൾക്ക് ദൈവ പദ്ധതിയിൽ പ്രകാരം ദൈവഹിതത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ച് ദൈവപരിജ്ഞാനത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളിൽ വീണ്ടും ജനിക്കുന്ന ആത്മാവിന് ആമേൻ സകലത്തിലും യജമാനനെന്ന പദവിയിലേക്ക് കടന്നു വരുവാൻ കഴിയും. പ്രിയരെ, സകലത്തിലും യജമാനൻ നസറനായ യേശു ക്രിസ്തു മാത്രമാണ്. ആകയാൽ കർത്താവിൻ്റെ അവകാശത്തിലേക്ക് കടക്കുവാൻ സർവശക്തൻ നിങ്ങളെയും സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, 20-21, ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിലിരിക്കും, ഞാനും ജയിച്ച് അവനോടുകൂടെ എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. അങ്ങനെയെങ്കിൽ പ്രിയരെ, ജയിക്കുന്നവർക്ക് യേശു ക്രിസ്തു കൊടുക്കാൻ പോകുന്ന സിംഹാസനം സ്വർഗത്തിൽ ഒരേ ഒരു സിംഹാസനമേ ഉള്ളൂ. ആ സിംഹാസനമാണ്. ആരാണ് ജയിക്കേണ്ടത്? ലവോദിക്യ സഭയിലുള്ള വിശുദ്ധന്മാർ. ലവോദിക്യ സഭയിലുള്ള വിശുദ്ധന്മാർ 1-ാം നൂറ്റാണ്ടിൽ ഏതടിസ്ഥാനമായിരുന്നു? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം എന്ന അടിസ്ഥാനം. ഈ അറിവ് അനിൽ കുടിക്കുന്നിൽ ആ ദേവദാസിൻ്റെ എന്തായാലും ആ ദേവദാസിനെ കിട്ടി.
അദ്ദേഹവും ഈ പ്രമാണപ്രകാരം ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ. അനിൽ കൊടുത്തോട്ടം, ഓക്കെ. ഈ കൊടുത്തോട്ടം എന്ന ദേവദാസന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പരസ്യസാക്ഷിയായി സർവശക്തനായി ജീവിക്കട്ടെ എന്ന്, അതുപോലെ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്ന എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊരു വാക്കുകൾ നിർത്തുന്നു. ദൈവമായ പിതാവ് നിങ്ങളെ സഹായിക്കട്ടെ. അനിൽ കൊടിത്തോട്ടം, ആ ദേവദാസൻ്റെ പേര് ജസ്റ്റ് ഓർമ്മയിൽ വരാതിരുന്നു, സോറി. കർത്താവായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.